അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. ഹയ്യാക്കുമുല്ലാഹ് വബയ്യാക്കുല്ലാഹ് ബറകതുഹു. എന്തൊക്കെ എന്തെങ്കിലും വർത്താനം. ഇന്ന് നമ്മളുള്ളത് ജിദ്ദ എയർപോർട്ടിലൊരു ലോഞ്ചിലാണ്. അപ്പോ ഈ ലോഞ്ചിലെ കാര്യങ്ങൾ എങ്ങനെ ലോഞ്ച് ആക്സസ് കിട്ടി, ഇങ്ങനൊക്കെ പിന്നെ അങ്ങനത്തെ വിഷയങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്ത് പോകാം. അപ്പോൾ ഇവിടെ ജസ്റ്റ് കാണിച്ചു തരാൻ, ഇവിടുന്ന് ഞാൻ എടുക്കുമ്പോൾ മിറർ ഉണ്ട് അവിടെ കയറിനോടുത്ത് ഇതിൽ എഴുതി കൊടുത്ത്. അപ്പുറത്തെ പോലീസുകാരൻ പറയുന്നത് തൊട്ടപ്പുറത്ത് വെച്ച് നമ്മളെ ചെക്ക് ഇൻ ചെയ്ത് നമ്മളെ ബാഗും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നിടത്താണ്. ഈ ഭാഗം എടുക്കരുത് കാരണം ചുള്ളിയിലോ ഈ ഭാഗം ഇങ്ങനെ എടുക്കുമ്പോ ഓക്കെ. ഇത് മിററാണ് ചെക്കാനില്ല, മിററാണ്. അപ്പൊ ഇതാണ് ഇവിടുന്നാണ് എൻട്രി വരുന്നത്. പിന്നെ ഇവിടെ ഇതെങ്ങനെയാണ് ഈ ലോഞ്ച് ആക്സസ് കിട്ടിയെന്ന് വെച്ചാല്, പൊതുവെ സൗണ്ട് എത്ര മാത്രം ഉണ്ടായില്ല, എടുത്തു പിടിക്കാം. കാരണം ബൈക്കില്ല കയ്യിൽ. ഈ ലോഞ്ച് ആക്സസ് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാല്, ഓക്കെ. അപ്പോൾ മുകളിൽ കയറി അവിടെ തുടക്കത്തിൽ നമ്മൾ ഇത് കാണിച്ചു കൊടുക്കുക. എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ, ടിക്മോ എന്ന് പറഞ്ഞ ഒരു ബാങ്ക് ഉണ്ട്. അതിൻ്റെ മാസ്റ്റർ കാർഡ് വെച്ചിട്ട് മാസ്റ്റർ കാർഡ് ട്രാവൽ പാസ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. സോറി, നമ്മുടെ ഊരുണ്ട് ടോയ്ക്ക് റിഫ്ലക്ട് ചെയ്തിട്ട്. അപ്പോൾ അതില് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. അതിൽ എല്ലാ ലോഞ്ചുകളും എല്ലാ എയർപോർട്ടിലും ഇല്ല. ഇപ്പൊ ജിദ്ദയിലുണ്ട് വലുത്. ജിദ്ദയിൽ തന്നെ ഇപ്പൊ ഇത് നോർത്തിലുള്ളത്, ടെർമിനൽ 1-ലൊന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ചെയ്തിട്ടീന്ന്. അപ്പൊ നമ്മളെ ഗ്രൂപ്പിലെടുത്താൻ പറഞ്ഞ് നമ്മളിപ്പോ ചെയ്തീന്ന്. അപ്പോൾ അത് ഇതൊരു മൂലക്കലാണ്, കിട്ടുമെന്ന് ഉറപ്പില്ല. അപ്പോഴാണ് ഈ എയർപോർട്ടിൽ ഞാൻ ഇന്ന് വന്നത്. ശരിക്കും എന്താണ് ഹർമൈൻ ട്രെയിനിൽ അഥവാ മദീനത്ത് നിന്ന് ട്രെയിനിൽ എവിടേക്ക് വന്നു, ജിദ്ദയ്ക്ക് വന്നു. അത് ശരിക്കും ടെർമിനൽ 1-ക്കാണ് എത്തണത്. അപ്പോൾ ഇത് എയർപോർട്ടിന്റെ ഈ ഭാഗത്താണ്, വേറെ ഗേറ്റിൽ കൂടി കയറണം. അപ്പോൾ കുറെ ഇപ്പുറത്തേക്കൊരു 4-7 കിലോമീറ്റർ വേറെ ടാക്സി നിൽക്കേണ്ടി വന്നു. അപ്പോൾ ഇത് ഒരു ഇടങ്ങറായി നീ വിചാരിച്ച് നിൽക്കുമ്പോൾ അൽഹംദുലില്ലാ ഇവിടെയാണ് ആ ലോഞ്ച്. അപ്പോൾ അതിൻ്റെ ആക്സസ് കിട്ടി. അപ്പോൾ അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ടെന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ ടോയ്ലറ്റ് ഉണ്ട്, പിന്നെ ഇവിടെ ഇരിക്കാത്ത സംവിധാനങ്ങളുണ്ട്. ഇവിടെ ഗഹ്വ സോറി അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ അങ്ങനത്തെ ഉപയോഗിക്കാം. ഇവിടെ എന്തെങ്കിലുമൊക്കെ സാധനം വെക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇതെന്തെങ്കിലും സംഭവം മറ്റേ ഹ്യൂമിഡിഫയർ ഒക്കെ കറക്റ്റ് അറിയില്ല. പിന്നെ ഇവിടെ ഓരോ രാജ്യത്തിൻ്റെ ക്ലോക്കുകൾ കൊടുത്താണ്. പിന്നെ ഫുഡിൻ്റെ അടുത്ത് നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെ ചെറിയൊരു കോഫി സെറ്റപ്പുണ്ട്. പിന്നെ ഇതിൽ എക്സ്പ്രസ്സോ അമേരിക്കാനോ അങ്ങനത്തെ ചെറുത് മാത്രം. അതിൽ പാലൊന്നുമില്ല. ഇത് എന്താണ് അൽഫർഷാൻ ലോഞ്ചൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര സെറ്റപ്പല്ല. അപ്പോൾ എന്നാലും അൽഹംദുലില്ലാ ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. വെച്ചാൽ $1 നമ്മൾ ഇതിൽ വേണം, അതിൻ്റെ ടിക്മോൻ്റെ ഇതിൽ വേണം. $1 തുല്യമായിട്ടുള്ള റിയൽ വേണം. അത് റീഫണ്ട് ആവുമെന്നാണ് തോന്നുന്നത്. ഞാൻ അടിച്ചപ്പോൾ റീഫണ്ട് ആയിന്നാണ് തോന്നുന്നത്. ആദ്യം ഞാൻ ടിക്മോൻ്റെ ഒന്നും പൈസ ഇല്ലായിരുന്നു. അപ്പോൾ എന്താണ് വെച്ചപ്പോൾ റെഡി ആയില്ല. അപ്പോൾ ടിക്മോക്ക് ഒരു റിയാൽ ഇൻസഫിഷ്യൻറ്റ് ബാലൻസ് എന്ന് വെച്ചപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 10 റിയാലേക്ക് ഇട്ടാണ്ട് 10 റിയാൽ മിനിമം ടിക്മോക്ക് ഇടണം. അപ്പോൾ ഇട്ടപ്പോൾ ശരി. പിന്നെ ഇവിടെ കോസ്റ്റ് ഇങ്ങനത്തെ കോസ്റ്റ് ഇതെന്താ പ്രൊണൗൺസിയേഷൻ വ്യത്യാസം ഉണ്ടാകുന്ന കാര്യം. അപ്പോൾ ഇവിടെ ഇതുണ്ട് ഓഫീസ് സെറ്റപ്പ്. പിന്നെ ഇവിടെ ഇരിക്കാനുള്ള ചെറിയ സെറ്റപ്പ് ഉണ്ട്. അതേപോലെ ഇവിടെ ഈ രൂപത്തിൽ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. പലയിടത്തും കാണിക്കാൻ ആൾക്കാരുണ്ട്, അതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഈ രൂപത്തിൽ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇവിടെയാണ് ഫുഡ് വരുന്നത്. ഫുഡുകൾ എന്തൊക്കെയാണ് ജസ്റ്റ് കാണിച്ചില്ല. ഇത് ഇത്ര വലിയ സെറ്റപ്പ് അല്ല പറഞ്ഞാൽ അൽഫോൻസാനെ വെച്ചൊക്കെ നോക്കുമ്പോൾ അത് എന്തില്ല സെറ്റാണ്. ഫ്രൈഡ് റൈസിൻ്റെ റൈസ്, പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നു ബീഫിൻ്റെ റോണി ഇതപ്പോൾ ചൂടുണ്ടാവും ഇവിടെ അല്ലേ, ചൂട് കിട്ടുന്നുണ്ട്. പിന്നെ മറ്റേ പയറും മറ്റേ ക്യാരറ്റും ഇതൊക്കെയുള്ള കറി. പിന്നെ സ്പൂണും മറ്റേ പ്ലാസ്റ്റിക് സ്പൂണും കത്തി ഇതൊക്കെയുള്ള. പിന്നെ അങ്ങനത്തെ കെച്ചപ്പും ഹോട്ട് സോസ് അങ്ങനത്തെ ഉപ്പ് അത് സെറ്റപ്പാണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ
ഒരു സാൻഡ്വിച്ച് ചീസിൻ്റെ, ഇവിടെ സലാഡ് ഉണ്ട്, അതേപോലെ ഇവിടെ സൂപ്പും ഉണ്ട്. ഫുഡ് ഐറ്റംസ് ഇതൊക്കെയാണ് പറഞ്ഞത്. അതൊക്കെയാണ് ഐറ്റംസ്. കാരണം അത്ര ഒരു സെറ്റപ്പ് അല്ല, കുറേ ചിക്കൻ ഐറ്റംസ് ഒന്നും. ഇപ്പോൾ നമ്മൾ അൽഫുർസാൻ്റെ ലോഞ്ചൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര ഇതല്ല. അപ്പോൾ ഇതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അൽഫുർസാൻ ലോഞ്ചിൻ്റെ അത്ര പോരാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറേ ഫുർസാൻ ലോഞ്ചിലൊക്കെ പോയി. അതുകൊണ്ടല്ല സത്യം പറഞ്ഞാൽ ഞാൻ ലോഞ്ചിൽ ഇതുവരെ പൈസ കൊടുത്ത് കയറിയില്ല. ലോഞ്ചിൽ കയറി കുറേ ഇപ്പോൾ എല്ലാ പ്രാവശ്യവും ലോഞ്ച് കയറൊന്നുമില്ല. എന്നാലും ഇപ്പോൾ മെയിൻ ലീവിനൊക്കെ നട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ലോഞ്ച് കയറാം. അതെന്താ വെച്ചാൽ ഗവൺമെൻറ് ടിക്കറ്റ് നമുക്ക് ഗവൺമെൻറ് ടിക്കറ്റ് അത് ബിസിനസ് കിട്ടിയ അത് വേറെ സ്വന്തമുണ്ട്. എങ്ങനെ കിട്ടിയത് എന്നുള്ളത് പിന്നെ അതിൻ്റെ അർത്ഥം എല്ലാവർക്കും സ്റ്റുഡൻസിന് എല്ലാവർക്കും ജാമിഅ ഇസ്ലാമിയ മദീന യൂണിവേഴ്സിറ്റി ക്ലാസ് ടിക്കറ്റൊക്കെ കൊടുക്കണമെന്നല്ല. നമുക്ക് എന്താണ് കോഴിക്കോട്ടേക്ക് ഇപ്പം സൗദി എയർലൈൻസ് വന്നു, മുമ്പ് സൗദി എയർലൈൻസ് ഇല്ലേന്ന്. അപ്പോൾ ഓല എന്ത് ചെയ്യും, കോഴിക്കോട്ടേക്ക് തരുമ്പോൾ പോലെ ഖത്തർ എയർവേസ് ഒക്കെ തരും. നല്ല വില കൂടിയ ഫ്ലൈറ്റാണ്, 8000 റിയാലൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ പകുതി പൈസ ഉള്ളവർക്ക് കൊച്ചിക്ക് നമ്മൾ മാറ്റി കഴിഞ്ഞാൽ കൊച്ചിക്ക് ഏതായാലും സൗദി എയർലൈൻസിന്. അപ്പോൾ നമുക്ക് എന്താണ് ഒന്നിലധികം തണലിപ്പോൾ പോകാൻ പറ്റും, അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെയാണ് സംഭവം. ഇപ്പോൾ ഒഴിവാക്കിയാൽ ഇപ്പം അങ്ങനെ ഇപ്പം നമുക്ക് ഓപ്പൺ ആയിട്ട് അങ്ങനെയുള്ള ടിക്കറ്റ് വരാതാണ് പുതിയ വാർത്തകൾ നമുക്ക് മനസ്സിലായത്. അപ്പോൾ പിന്നെ അത് മെയിൻ ലീവുകൾക്കാട്ടോ നമുക്ക് ഗവൺമെൻറ് ടിക്കറ്റ് കിട്ടുക. അല്ലാത്ത ഈ ഇതൊക്കെ മെയിൻ ലീവ് അല്ലല്ലോ, ഇതിനൊക്കെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ അൽഫുർസാൻ ലോഞ്ച് മാഷാഅല്ലാ അടിപൊളിയാണ് കേട്ടോ, അടിപൊളിയാണ്. പക്ഷെ അത് ഞാൻ കാണിച്ചു തരട്ടെ, പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. മുമ്പ് അന്ന് ഈ വ്ളോഗ് തുടങ്ങാത്തതുകൊണ്ട് മുമ്പ് അതിൻ്റെ വീഡിയോ എടുത്തതാണ്. പക്ഷെ ഞാൻ ഫുഡൊന്നും അങ്ങനെ ഇടലില്ല. കോഫി ഇടും, കോഫിനോട് എന്തോ വരുന്ന പിന്നെ കോഫി അടിക്കുന്നതുകൊണ്ടുള്ള ചില ബെനിഫിറ്റ്സുകളൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞിട്ട് എന്തിനാ കോഫി അടിക്കണേ. ഓക്കെ, പിന്നെ അങ്ങനെ ഈ യാത്ര എന്ന് പറയുമ്പോൾ പൊതുവെ എന്താണ് അദാബിന്റെ ശിക്ഷയുടെ ഒരു ഭാഗമാണെന്നാ പറയാം. പ്രയാസമുണ്ടോ സ്വാഭാവികമായിട്ടും, എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഈ പ്രയാസം ഉണ്ടാവാം. ഇപ്പൊ ഈ ഫ്ലൈറ്റ് യാത്രനെ കുറിച്ച് പറയുമ്പോഴേ ഫ്ലൈറ്റ് യാത്ര പൊതുവെ നല്ല കൗതുകമുള്ളൊരു സംഭവമാണ്. പക്ഷെ നല്ല ടൈമിങ്ങാണ്, നല്ല ടൈം എടുക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പൊ ഇപ്പോൾ ഇന്റർനാഷണൽ ആണെന്നുണ്ടെങ്കിൽ ഒരു 4 മണിക്കൂർ എന്ന് പറയാം, ഒരു 3 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ എത്തണ്ടേ. ചെക്ക് ഇൻ ചെയ്താൽ ഒരു കൗണ്ടർ എടുക്കാൻ ഒരു 2 മണിക്കൂർ മുമ്പ് 2-2.5 മണിക്കൂറോടെ നമുക്ക് വെയിറ്റിംഗ് ഉണ്ട്. പിന്നെ ഈ ട്രാൻസ്ഫർ ഒക്കെ വരുന്നതൊക്കെ ചിലപ്പോൾ നല്ല വെയിറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ ആ രൂപത്തിൽ അങ്ങനെ പല രൂപത്തിലും നമ്മൾ വിചാരിച്ച മാതിരി നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് ടാക്സി കിട്ടൂല, പല ട്രെയിനും പല രൂപത്തിലുള്ള യാത്രകളുണ്ടാവും. എല്ലാത്തിലും ഇതിൻ്റെതായ പരീക്ഷണങ്ങൾ ഉണ്ടാവും. അപ്പൊ പറഞ്ഞിരുന്നത് അപ്പൊ നമുക്ക് ഈ ലോഞ്ചൊരു റാഹത്താണ്. ഇപ്പൊ സത്യം പറഞ്ഞാല് ഇന്ന് എന്തല്ല ഈ എന്താണ് കാര്യങ്ങൾ പറയണ്ട. അഥവാ ഞാൻ ശരിക്ക് പെരുന്നാളിന്റെ മുമ്പ് നാട്ടിൽ പോകണം വിചാരിച്ചത്. ദമ്മാമെന്ന് ടിക്കറ്റ് എടുത്ത്, പക്ഷെ അപ്പോഴത്തെ സാഹചര്യം കാരണം ക്യാൻസലായി. പിന്നെ അപ്പോൾ ഡേറ്റ് മാറ്റി, 6-ാം തീയതി എടുത്ത് 11-ാം തീയതിക്ക് മാറ്റി, അപ്പോഴും ക്യാൻസലായി. പിന്നെ 18-ാം തീയതിക്ക് മാറ്റി, അപ്പോഴും ക്യാൻസലായി. അപ്പം ദമ്മാമക്ക് വേറെ ടിക്കറ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ മാറ്റിണ്ടായിരുന്നു. അപ്പം അതിപ്പോൾ ഞാൻ തൽക്കാലം ലാസ്റ്റ് ഇപ്പോൾ ഒന്നും അതായതുകൊണ്ട് ജസ്റ്റ് ഒരു ഡേറ്റ് മാറ്റി വെച്ചൊക്കെയായിരുന്നു. അപ്പം ഞാൻ റീഫണ്ടിനോട് അപ്പോൾ ഇങ്ങനെ നമ്മൾ വരാൻ ആഗ്രഹിച്ചു. പക്ഷെ റമദാനാണ്, എന്തെല്ലാം റമദാനിൽ പരമാവധി നമ്മൾ ഹറമകളിൽ കിട്ടുമ്പോൾ അതൊരു ഖൈറല്ല. അപ്പോൾ എല്ലാം ഖൈറിന് കേട്ടോ. നമുക്ക് എന്ത് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വതആല അതൊക്കെ രേഖപ്പെടുത്തികൾ മനസ്സിലാക്കണം. നമ്മള് കിട്ടാത്തതിന്റെ പേരിൽ നമ്മൾ സങ്കടപ്പെടാണ്ട് വേണ്ട, കിട്ടീന്റെ പേരിൽ നമ്മൾ ഓവർ ആഹ്ലാദിക്കും വേണ്ട. ഒക്കെ ഖൈറിനാണ്. എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ഒക്കെ ഖൈർ. ഒരു ഖൈറായ കാര്യവും ചിലപ്പോൾ നമ്മൾ വെറുക്കുണ്ടാവും. നമ്മൾ വെറുക്കണ ഒരു കാര്യം നമ്മൾ ഇങ്ങനെ നടന്നതിൽ ഒരുപാട് ഖൈറുകൾ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ റമദാൻ അവിടെ കിട്ടി എന്തില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ ജിദ്ദയിലിപ്പോൾ ഞാൻ ട്രെയിനിന് വന്നപ്പോൾ ട്രെയിനിനോട് നിന്ന് വന്നപ്പോൾ ടെർമിനൽ 1 വന്നപ്പോഴാണ് മനസ്സിലായത്, കാറ്റെടുത്തപ്പോഴാണ് മനസ്സിലായത് ഇത് ഇവിടെ അല്ല, അപ്പുറത്താണ്. അപ്പോൾ അവിടുന്ന് വേറെ ടാക്സി എടുക്കേണ്ടി വന്നത്.
അത് 60 റിയാൽ ഇങ്ങനെ ടാക്സി വേറായി. അപ്പൊ ഹെയർ എല്ലാം ഹെയർ. അപ്പൊ ഇവിടെ നോക്കുമ്പോ അവിടെ ആണെങ്കിൽ അപ്പൊ ഫുഡ് ഉണ്ടാവില്ല. ഇവിടെ വന്ന് അത്യാവശ്യം ഉച്ചകശമനം വരെയൊക്കെ ഫുഡ് കഴിച്ചില്ലേ. അപ്പൊ നോക്കുമ്പോ ഇവിടെ വന്നോണ്ട് എന്തായി ഹെയറായി, ഉഷാറായി ഫുഡ് കഴിക്കാൻ പറ്റി. പിന്നെ അങ്ങനത്തെ അതങ്ങനൊക്കെ സുഖമുണ്ട്. പിന്നെ വിഷയം എന്താ വെച്ചാല് ഞാൻ പറഞ്ഞാല് ഉറക്കിന്റെ നല്ല ഈ സംസാരത്തിലൊക്കെ ഒരു എന്താ പറയാ ഇത് ഫ്ലോ കിട്ടാത്ത എന്താ വെച്ചാൽ ഉറക്കിന്റെ ഇത് നല്ല ഉണ്ട്. നല്ല ഉറക്കിന്റെ ചെറുപ്പുണ്ട്. പൊതുവെ എന്താ അറിയില്ല, എനിക്ക് യാത്ര കുറെ ഒന്നിനും അധികം യാത്രയില്ല. ഇപ്പൊ ഞാൻ മര്യാദക്ക് ഉറങ്ങാൻ പറ്റില്ല, ഓരോ തിരക്കാളായിട്ട് അടുപ്പിച്ച് ഇറ വന്ന്. പെരുന്നാൾ തലേന്ന് പെരുന്നാൾ ലാസ്റ്റ് 10 പൊതുവെ രാത്രി ഉറങ്ങൂലല്ലോ. റമദാനിന് പൊതുവെ എല്ലാം രാത്രി ഉറക്കവും. ലാസ്റ്റ് 10 ഉറങ്ങിയില്ല. പിന്നെ അപ്പോ ശീലമായോണ്ട് അറിയില്ല, പെരുന്നാൾ തലേന്നും ഉറങ്ങാൻ പറ്റിയില്ല. കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ് കിടന്നപ്പോൾ ഒരു 1 മണി 2 മണിയാണ്. പിന്നെ അപ്പൊ നോക്കുമ്പോൾ വരാക്ക് ഉറക്കാറില്ല. ആകെ 2 ജില്ല മണിക്കൂറുള്ളൂ ബാക്കി കിടന്നൊക്കെ റെഡി ആയിരുന്നപ്പോൾ. അതിൽ നല്ലൊരു 1 മണിക്കൂറൊക്കെ ഉറങ്ങിണ്ടാവും. ഇപ്പം ഫുൾ ഉറക്കിയില്ലെങ്കിൽ ചെറിയതായിട്ട്. പിന്നെ രാവിലെ ഉറക്കം ഉണ്ട്, പക്ഷെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. പെരുന്നാൾ കഴിഞ്ഞ് അങ്ങനെ ഓരോ തിരക്ക് കഴിഞ്ഞ് പിന്നെ ഉച്ചക്കൊരു ക്ഷണം ഉണ്ടായിരുന്നു മദ്യക്ക് ഒരു വീട്ടിക്ക്. അപ്പോൾ അവിടെ പോയി ഭക്ഷണം കഴിച്ച് സൗമുള്ള ഷെറ ഭക്ഷണം കഴിച്ചാൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ തനൊക്കെ പറഞ്ഞ് അങ്ങനെ രസറ് കഴിഞ്ഞ് മഗ്‌രിബ് ബാങ്ക് കൊടുക്കാനായിരിക്കണം ജാമ്യക്ക് തിരിച്ചെത്തിയപ്പോൾ. അങ്ങനെ മഗ്‌രിബ് നിസ്കരിച്ച് സാധനങ്ങൾ കുറച്ചും കൂടി സെറ്റാക്കാൻ ബാക്കിയുണ്ട്. പെട്ടിക്കതാക്കണ്ടേ സാധനങ്ങൾക്കും ടൈം ഇതൊക്കെ ചെറുതായിട്ട് മുമ്പൊക്കെ കഴിഞ്ഞ് വെച്ചാണ്. ഡ്രസ്സും ഇതൊക്കെ സെറ്റാക്കാണ്ട് നല്ല ഉറക്കൊരു കുത്തം വിടുമെന്ന് പേടിച്ചിട്ടാണ് ചെയ്തത്. കുറച്ചൊരു 1/2 മണിക്കൂർ ജസ്റ്റ് കിടന്നു. ചങ്ങന്മാരുണ്ടായിരുന്നു അവിടെ. ഓലെ വിളിക്കാന്ന് പറഞ്ഞ് ഓരെന്തായാലും നിശ കഴിഞ്ഞിട്ടേ കിടക്കുള്ളൂ എന്ന് പറഞ്ഞ്. ഓലും നമ്മളെ പോലെ തന്നെയാണ് ഉറക്കേണ്ട വിഷയത്തിൽ. പല ദിവസങ്ങളിൽ ഫ്ലോപ്പാണ്. അങ്ങനെ എന്തായി കുറച്ചൊന്നും ഉറങ്ങി. അപ്പൊ നീച്ചപ്പോ എന്തോ പോലെ മത്തക്കാവാം എന്തൊക്കെ ഒരു ഉറക്ക് ശരിയാകഴിഞ്ഞാലുള്ള പ്രശ്നം. ഉറക്കും ഫുഡും തെറ്റിക്കഴിഞ്ഞാൽ പ്രയാസം കേട്ടോ. ഉറക്കഴിച്ചവർക്കൊക്കെ അറിയുണ്ടാവും. ഉറക്കഴിച്ച ഒരു ദിവസം ഉറക്കഴിച്ച് 2ാമത്തെ ദിവസം സാധാരണ രാത്രി ഫുൾ ഉറങ്ങിയില്ലെങ്കിൽ പകൽ ഉറങ്ങുമല്ലോ. അത് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ പ്രയാസം ഉണ്ടല്ലോ. അങ്ങനെ ഇതില്ല. പിന്നെ റാത്തായിട്ടോ, പിന്നെ സുഖമായി. പിന്നെ ഞാൻ മദ്യത്തിന് വരുമ്പോൾ ട്രെയിൻ സ്റ്റേഷനിൽ എന്ത് ചെയ്ത് ട്രെയിൻ കറങ്ങി ഒരു കോഫി കുടിച്ചു. കോഫി കുടിച്ചാൽ തലവേനക്കും ഉറക്കത്തിനൊക്കെ കണ്ടു. അത് കുടുംബത്തിന് ശേഷം കുടിക്കാൻ തോന്നി. കാരണം ഓൾറെഡി ഉറക്കം പോയി. ഇനി കുടിച്ചാൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും ഉറക്കനെ പിടിച്ചെടുത്തുമ്പോ. അങ്ങനെ ഇപ്പോൾ എക്സ്പ്രസ്സോ ഉണ്ട്, അമേരിക്കൻ എടുത്തു. എക്സ്പ്രസ് ഒക്കെ എടുത്താൽ പിന്നെയും ഉറക്കം പോയി. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ 4 മണിക്കൂറിലേറെ അവിടെ വന്നപ്പോൾ ഗേറ്റ് തുറന്നിട്ടില്ല. നേരത്തെ പോകുന്നതാണ് കണക്കാക്കിയിട്ട് നിറമ്പൊക്കെ ഉണ്ടാച്ചിട്ട് കുറച്ചുകൂടെ മുസല്ലേരി ഇരുന്ന് അതൊക്കെ വന്നിട്ട് ഭക്ഷണം കഴിച്ചില്ലേ. പിന്നെ ട്രാൻസാക്ഷൻസ് ഉണ്ടാവും പ്രതീക്ഷ ഉണ്ടായതുകൊണ്ട് ഇവിടെ നിന്ന് ആക്കാം. എല്ലാ റേറ്റ് അല്ല. പിന്നെ അവിടെ മരക്ക് സാധനങ്ങൾ കണ്ടില്ല കേട്ടോ അവിടെ കയറി. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞ ഒന്നും കയ്യിൽ വെച്ചില്ല. വെള്ളം ലേശം ഒരു ബോട്ടിലെടുത്തതെന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടായില്ല. നമ്മൾ കരുതേണ്ട സാധനമാണ്. പിന്നെ ജിദ്ദ എയർപോർട്ടിൽ അൽബേക്ക് ഒക്കെ ഉണ്ടാവും. അൽബേക്ക് പുറത്തുള്ള റേറ്റിന് കിട്ടും എന്നുള്ളതുകൊണ്ട് പിന്നെ അല്ലാതെ ഇതാക്കിയില്ല. അങ്ങനെ കണ്ടില്ല ട്രാൻസാക്ഷൻസ് കിട്ടി. അപ്പോൾ പറഞ്ഞു തരുന്നത് വളരെ പറഞ്ഞു നിർത്തിയത് ഇപ്പോൾ സമയം 4 മണിയായി. 6:15 അപ്പോൾ അതുവരെ ഒന്ന് കുടിച്ചേക്കാം. ഫ്ലൈറ്റ് കയറി ഇറങ്ങണം പ്ലാൻ. അപ്പോഴത്തേക്കുള്ള വിശേഷങ്ങൾ. കോഫി കുടിക്കിനെ കുറിച്ച് പറയണ്ട. ഉറക്ക് കളയാൻ പറ്റും. ഉറക്ക് ചില സമയത്ത് കളയുമ്പോൾ പ്രയാസം ഉണ്ടാവും. കോഫി അടിച്ചിട്ട് നമ്മൾ ആ സമയത്ത് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നും നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം.